നമസ്കാരം. ചാനൽ 91 ന്യൂസ് ജനപഞ്ചായത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ മാലിപ്പുറം വാർഡ് നമ്പർ 8 ജനപ്രതിനിധി റസിയ ജമാലാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം. ജനപഞ്ചായത്ത് എന്ന പരിപാടിയെക്കുറിച്ച് മെമ്പർക്ക് അറിയാമല്ലോ. നമ്മുടെ വാർഡ് മെമ്പർമാർ ചെയ്ത വികസനവും അവരുടെ വികസന സ്വപ്നങ്ങളും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയുമൊക്കെ വളരെ സത്യസന്ധമായി ജനങ്ങളിലെത്തിക്കുന്ന ഒരു പരിപാടിയാണ് ചാനൽ 91-ൻ്റേത്. ഇപ്പോൾ നമ്മളുള്ളത് മെമ്പറുടെ വീട്ടിൽ തന്നെയാണ്. ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഏകദേശം 45 വർഷങ്ങളായി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ മാറിയും തിരിഞ്ഞും എല്ലാവരും കോൺഗ്രസ്സുകാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അതൊരു ഭരണമല്ല, ഇവിടെയുള്ള ജനഹൃദയങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അധികാരത്തിലെത്തിയാൽ വളരെ സമത്വമായി ചിന്തിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് റസിയ ജമാൽ. എല്ലാവർക്കും വലിയ ഇഷ്ടവും താല്പര്യവുമൊക്കെയാണ്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ എത്തപ്പെട്ടത്? ഈ പൊതുപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വാപ്പാടെ ജ്യേഷ്ഠനായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഈ വാർഡ്. അത് 7 വർഷക്കാലം ഉണ്ടായിരുന്നു ആ ഭരണകാലം. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചാപ്പ ഭരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ വനിതാ സംവരണമാണ് വന്നത്. വനിതാ സംവരണം വന്നപ്പോൾ നിൽക്കാൻ ആളില്ലാതെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് എനിക്ക് ആകെ അറിയാവുന്നത് കൊച്ചുങ്ങളുടെ സ്കൂളും കൊച്ചുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കും മാത്രം. ഒരു ഗ്രാമസഭ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യണത് ഞാൻ മെമ്പറായതിന് ശേഷമാണ്. അത്ര പോലും എനിക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ വനിതാ സംവരണം ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ രംഗത്തേക്ക് വരികയാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. കാരണം വെച്ചാൽ ഒന്നും അറിയാൻ പാടില്ലാതെ, ഒരു പ്രസംഗിക്കാൻ അറിയില്ല, ഒരാളോട് പെരുമാറാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. ഞങ്ങളുടെ കാസ്റ്റിനെ സംബന്ധിച്ച് അന്നൊക്കെ, ഇന്നല്ല, അന്ന് 2000-ലായിരുന്നു ഫസ്റ്റ് മെമ്പറായിരുന്ന സമയത്ത്. അന്ന് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഒരാളോട് സംസാരിച്ച് ശീലമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കുറേ പ്രശ്നങ്ങളിൽ പോയിപ്പെട്ടിട്ടുണ്ട്. ഒരാൾ വന്നൊരു അപേക്ഷ എഴുതാൻ പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു ഭരണസമിതിയായിരുന്നു. അപ്പം ഞാൻ എല്ലാ കാര്യത്തിനും അവരുടെ സപ്പോർട്ട് ചോദിക്കുമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ നല്ലൊരു ആ ജോലിനോട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഒരു 6 മാസക്കാലം കൊണ്ട് ഞാൻ പഠിക്കാനുള്ള ഇൻട്രസ്റ്റോട് ഞാൻ എല്ലാം പഠിച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ അന്ന് കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ഈ തട്ടം ഇങ്ങനെ മറച്ചിടുന്ന, പിന്നെ പർദ്ദയിട്ട് നടച്ചൊരു കാലഘട്ടമായിരുന്നേ. അപ്പോൾ ആദ്യ ഇലക്ഷൻ നിന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള വാർഡല്ല, അതിന് മുമ്പത്തെ 2000-ലുണ്ടായിരുന്ന കുറച്ച് ഹിന്ദുക്കളൊരു ഏരിയ ആയിരുന്നു. എനിക്കൊരു ബൂത്ത് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ തട്ടമൊന്നും ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, വോട്ട് കിട്ടൂല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു നിർബന്ധമായിരുന്നു. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു, ഞാൻ തട്ടം മാറ്റിയിട്ട് ഞാൻ ഇലക്ഷൻ നിൽക്കൂല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ പോസ്റ്റൊക്കെ അടിച്ചപ്പോൾ ഫോട്ടോ ഇല്ലാതെ പോസ്റ്റ് അടിച്ചുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് ഇനി ആർക്കൊരു ഇഷ്ടക്കേട് വരണ്ടല്ല, അങ്ങനെയൊരു തോന്നല്. അത് കഴിഞ്ഞു പിന്നെ ഇലക്ഷന് പോയപ്പോഴൊക്കെ ഒരാളോട് സംസാരിക്കാൻ അറിയാം, ഒരു വോട്ട് ചോദിക്കാൻ അറിയാൻ പാടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതാനും ഒരു 5-6 മാസം കൊണ്ട് ഞാനെല്ലാം രംഗത്ത് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് പുതുതായി കുടുംബശ്രീ രൂപീകരണം വന്നത്. അതിന് പോലും എനിക്ക് കുടുംബശ്രീ രൂപീകരിക്കാൻ എനിക്കറിയാണ്ട് അന്നത്തെ വൈസ് പ്രസിഡൻ്റായ ശൈലജനെ ഞാൻ എൻ്റെ വാർഡിൽ കൊണ്ടുവന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവരെ കൊണ്ടൊരു ക്ലാസ് എടുപ്പിച്ച് അങ്ങനെ ഒരു 3-4 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പിന്നെ ഞാനായി നല്ല രീതിയിൽ എനിക്ക് അന്ന് ആ 2000-ൽ എനിക്ക് നല്ല രീതിയിൽ പെരുമാറാൻ എനിക്ക് സാധിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ നിലയിലെത്താൻ കാരണം. അന്നത്തെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയണ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആൾക്കാരുടെ അടുത്ത് പെരുമാറ്റത്തിലാണ് ഏറ്റവും ബെസ്റ്റ്. തീർച്ചയായും. അല്ലാതെ നമുക്ക് ഒരു വാർഡിൽ എല്ലാവർക്കും എല്ലാം അവരാവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും കൊടുക്കാൻ ഒരിക്കലും ഒരു മെമ്പറിന് പറ്റില്ല. പിന്നെ അത് കൂടാതെ നമ്മളൊരു മെമ്പർ വിചാരിച്ചതോ ഒരു പ്രസിഡന്റ് വിചാരിച്ചാലോ ഒരു വാർഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വാർഡിലുള്ള ജനങ്ങൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും. മെമ്പർ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ 3 തവണയായി ഈ വാർഡിനെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ അത് ഇത്രയും ജനസമ്മതി നേടിയ ഒരാളായതുകൊണ്ടാണ് 3 തവണയും ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനത്തിന് കുടുംബത്തിൻ്റെ എത്രത്തോളം സപ്പോർട്ടുണ്ട്? ഇനി കുടുംബം ആരൊക്കെയാണ് എന്നുകൂടി പറയാം. 2000-ൽ ഞാൻ ആദ്യമായിട്ട് ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ വനിതാ സംവരണം ആയതുകൊണ്ട് മാത്രമേ രംഗത്തേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഇളയ കൊച്ചിന് 5 വയസ്സ്. അപ്പോൾ എനിക്ക്
ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്നുകൊണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി 10ാം ക്ലാസ്സുകാർക്ക് എന്താ ജോലിയൊന്നും കിട്ടൂല എന്നായിരുന്നു അന്ന് ബോധമില്ലാണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്നു, പിള്ളേരൊക്കെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കായി. അപ്പം ഞാൻ ഇക്കാലത്ത് എപ്പോഴും പറയും എനിക്കൊരു ജോലി എനിക്ക് പോകായിരുന്നു. അപ്പോൾ ജോലി കിട്ടൂലല്ലോ, 10ാം ക്ലാസ്സുകാർക്ക് ജോലി ഇല്ല. അപ്പോഴാണ് ഈ വനിതാ സംവരണം വന്ന് ഞാൻ പിന്നെ ഈ രംഗത്തേക്ക് വരുന്നത്. പക്ഷേ വീട്ടിൽ പൂർണ്ണ സപ്പോർട്ട് ഇന്ന് വരെ ഇത്രയും വർഷങ്ങളായിട്ട്. ഹസ്ബൻഡ് ഗോശ്രീയിൽ ഒരു ഹാർബറിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യണതാണ്. പിന്നെ മൂത്ത മോന് ഗൾഫിലായിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി, അവരിപ്പോൾ മാറി താമസിച്ച്. മോൾക്ക് 2 മക്കളുണ്ട്, അവർ വേറെ താമസിച്ചു. ഇളയ ആൾക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കണ്, ഇളയമോൻ. ഇപ്പോൾ സിനിമ ഫീൽഡിലൊക്കെയാണ് അവൻ. ഇപ്പോൾ MA പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സിനിമയുടെ റൈറ്റിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കണു. അപ്പോൾ മോള് 4 ചെറുകുട്ടികൾ ഉണ്ട്. 4 പേരക്കുട്ടികളുണ്ട്. 4 ചെറുകുട്ടികളുടെ ഉമ്മാമയാണ് ഇരിക്കുന്നത്. അതൊരു സ്വഭാവത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. ഈ ഒരു ഫീൽഡ്, അതായത് മെമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണില്ലല്ലോ മെമ്പർമാർ, എല്ലാവരും പിന്നെയും ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നമുക്കൊരു കുറേ ആൾക്കാരെ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ കാണാനും അവരുടെ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാനും പറ്റിയ നല്ലൊരു അവസരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലവർ എനിക്ക് തോന്നുന്നത് എന്നോടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള മെമ്പർമാരോട് അങ്ങനെ എനിക്കറിയില്ല, ഒരുപാട് പേര് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും, ഏറ്റവും ചുരുക്കം ഒരു പെൻഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ പോലും അവരുടെ ആ ഒരു മനസ്സ് നിറഞ്ഞ മനസ്സിൽ നമ്മളാണ് സ്തുതിക്കുന്ന പോലെ അത് മാത്രം മതി നമുക്ക് എന്നും നമുക്ക് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ചുള്ളൊരു വാർഡല്ലേ? ആണ്. പക്ഷെ എല്ലാവരുടെ അടുത്തും ഞാൻ ഇന്നും എന്നും എപ്പോഴും ഒരേപോലെ പെരുമാറാം. ഫോൺ വിളിച്ചാലും എത്ര പ്രായമുള്ളവരാണെങ്കിലും ആണായാലും പെണ്ണായാലും ഞാൻ ഇടാന്ന സംബോധന ഇത് സംസാരിക്കുക. അതുപോലെ അവർ എന്തൊരു പ്രശ്നം വന്ന് എന്നെ വിളിച്ചാലും ഇന്ന് വരെ ഞാൻ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല. ഇനി കാണാണ്ടിരിക്കുകയാണെങ്കിൽ പോലും. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയും നമ്മുടെ പല നേതാക്കന്മാർക്കും ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ മെമ്പർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഫോൺ എടുക്കും. അതുപോലെ എന്ത് കുഞ്ഞു പ്രശ്നമായാലും അവരുടെ വീട്ടു പ്രശ്നമായാലും അതിൽ പോയി ഇടപെടും. 8ാം നമ്പർ വാർഡ്. ഈ വാർഡിൽ കഴിഞ്ഞ 3 തവണയായി മെമ്പറായിരിക്കുന്നു. പ്രധാനമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വികസനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു അംഗനവാടി ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്. ആ അംഗനവാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ പറയണേ, അത് തോടരികിലായിരുന്നു. അവിടെ ഒരു മാർക്കറ്റ് നിലവിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ അവിടെ ആ മാർക്കറ്റ് മാറ്റിയിട്ട് അംഗനവാടി പണിയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. നല്ലോണം ആരോ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടും എല്ലാമായിട്ട് അന്ന് UDF ഭരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ പഞ്ചായത്തായിരുന്നു. അപ്പോൾ നമ്മൾ UDF കാരണം LDF ഭയങ്കര എതിർപ്പായിരുന്നു എനിക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ ശ്രമിച്ചിട്ടാണ് എനിക്കത് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞു പിന്നെ വേറൊരു അംഗനവാടി പണിയാൻ വേണ്ടി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു 19 വീട്ടുകാരുള്ളടത്തൊരു കുഞ്ഞ് അംഗനവാടി, അതായത് 2.5 സെൻറ്റ് സ്ഥലം കിട്ടിയിട്ട് അത് പണിയാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വേദനിച്ചു. പക്ഷെ അത് ഞാൻ പണിതെടുത്തു. പിന്നെ ഒരുപാട് റോഡുകൾ, അതായത് നമുക്ക് വേണ്ടത് എൻ്റെ വാർഡിൽ എനിക്ക് തോന്നുന്നു 99% റോഡുകളും ഞാൻ പണിത് കഴിഞ്ഞു. ഇനി ആകെ 1-2 റോഡുകൾ മാത്രമേ ഉണ്ട്. അതായത് കൺസെന്റ് എന്ന് കിട്ടുന്നുവോ പിന്നത്തെ വർഷം ഞാനത് പണിതിരിക്കും. അങ്ങനെ പിന്നെ ഒരു 1-2 വർക്കും കൂടെ മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു കിഴക്കൊരു TTC മാസ്റ്റർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 1 ചില്ലാന ഏക്കർ സ്ഥലം ഇങ്ങനെ കിടന്നേച്ച് ഒരു മുതലാളിയുടെ, അയാളത് വിൽക്കാൻ പോണു. അപ്പോൾ അവിടെ ഇതുപോലെ ഞങ്ങൾ ഇടപെട്ട് നല്ല വീതി 3 മീറ്റർ വീതിയുള്ള റോഡുകൾ അതിൽ തന്നു, കൺസെൻറ്റ് തന്നു. ഇപ്പം ഈ പ്രാവശ്യത്തോടുകൂടെ വർഷങ്ങളായിട്ട് ഞാനിനി പണി തുടങ്ങിയിട്ട് കുറേ റോഡ് വേണമായിരുന്നു, ഫുള്ള് പണി തീർത്തു. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് നിന്ന് കൺസെൻറ്റ് കിട്ടാനാണ് നമുക്ക് ബുദ്ധിമുട്ടേ. കൺസെൻറ്റ് മേടിക്കാൻ വേണ്ടി രാത്രി 12 മണിക്കൊക്കെ ഞങ്ങൾ അവരെ വീട്ടിൽ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അങ്ങനത്തെ റോഡ് വരെ ഞാൻ പണിതിട്ടുണ്ടെന്നാണ് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശ്രമിച്ച് 2-3 വർഷമൊക്കെ ശ്രമിച്ചിട്ടാണ് ആൾക്കാർ കൺസെൻറ്റ് തരുള്ളൂ ചില റോഡിന് വേണ്ടിയിട്ട്. ചിലതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നടക്കും. ഇവിടെ ഒരു പഴയ പള്ളിയിലൊരു റോഡുണ്ട്, അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് MLA
ഒരു 30 ലക്ഷം രൂപ തന്നു. അത് ശരി. ഞാൻ സൂപ്പറായിട്ട് അത് പണിതു. അതിലൊക്കെ എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. അതുപോലെ ഒരു റോഡിന് MLA ഒരു 23 ലക്ഷം രൂപ വന്നു. അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ഫണ്ടിൽ നിന്നെന്തെങ്കിലും ഒക്കെ MP ഫണ്ടിൽ നിന്ന് മാത്രം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. MP ഫണ്ടിൽ നിന്ന് നമുക്ക് വേണ്ടതേ ഒരു പാലുണ്ട് എനിക്ക്. അതാണ് ഞാൻ പറയുന്നത്, ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഞാനിപ്പോഴും തൃപ്തിയല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ വാർഡ് 3 വശവും തോടുകളാണ്. അപ്പോൾ നമുക്ക് തോടിൻ്റെ സൈഡ് കെട്ടാൻ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ടില്ല. അത് നമുക്ക് MP-യോ ഇറിഗേഷനോ അങ്ങനെ ആരെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് ഈ 10-13 വർഷമായിട്ട് എനിക്ക് നടക്കാത്തൊരു പ്രോജക്റ്റ്. അത് തീർച്ചയായും നടക്കും. അത് നടത്തണം. എനിക്ക് അതൊരു ഭയങ്കര ഒരു വാശിയാണ്, എങ്ങനെയെങ്കിലും ഫണ്ട് കിട്ടിയിട്ടത്. കാരണം തോടരിയിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളേറ്റം വരും, വെള്ളം കയറ്റാം. അതൊരു വല്ലാത്തൊരു ദൂരം. അത് മാത്രമേ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയാനുള്ളൂ. പണ്ട് ധാരാളമായി ജലം എല്ലാ ഗ്രാമങ്ങളിലും ലഭിച്ചിരുന്നു. തോടുകൾ, കുളങ്ങൾ ഇതൊക്കെ നികത്തപ്പെട്ടതോടുകൂടി കുടിവെള്ളത്തിന് വലിയ ദൗർലഭ്യം ഗ്രാമങ്ങളിൽ പോലും അനുഭവപ്പെടുന്നു. ഈ കുടിവെള്ള പ്രശ്നം ഈ ഒരു 8-ാം നമ്പർ വാർഡിൽ എത്രത്തോളം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്? എൻ്റെ വാർഡിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ജലജീവ മിഷൻ്റെ കണക്ഷൻ, വാട്ടർ കണക്ഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് വർഷം തന്നെ എല്ലാവർക്കും, വാർഡിൽ ആർക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ആണ്. അപ്പോൾ അത് 100% ആക്കി. പിന്നെ കിണറുകളുണ്ട് ഒരുപാട്. എൻ്റെ വാർഡിലൊരു 100 ചില്ലാനം കിണറുകളുണ്ട്. കിണറിലെല്ലാം നല്ല വെള്ളം, അതായത് കുടിക്കാനല്ലാത്ത മറ്റുള്ള നമ്മുടെ എല്ലാ കാര്യത്തിനും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അത് വലിയ പ്രശ്നമല്ല. പിന്നെ ഒരുപാട് പുഴയോരത്തോ കടലോരത്തേക്കോ മാറാതെ VP റോഡിൻ്റെ നടുക്കായിട്ടാണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് വലിയ വെള്ളത്തിന് പ്രശ്നം വരുന്നില്ല. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു 1-2 റോട്ടിൽ ഇത്തിരി പ്രശ്നമുണ്ട്. അതെനിക്ക് തോന്നുന്നത് മോട്ടർ വെച്ചിട്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വെള്ളം വരാതെ അല്ല. എനിക്ക് 600 ചില്ലാനം വീടുകൾ തന്നെയുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ ഒരു ഏരിയ ഇല്ല. അതൊരു ശരിക്കൊരു പ്രശ്നം തന്നെയാണ്. അത് നമുക്കതൊരു ആ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പൊതുസ്ഥലം കണ്ടെത്തണം. അതുകൂടാതെ ഒരു വിശ്രമ കേന്ദ്രം, അതായത് പ്രായമുള്ളവർക്കൊന്ന് ഇരുന്ന് വർത്താനം പറയാനും അതിന് എൻ്റെ വാർഡിലൊരു വയോജനങ്ങൾക്കൊരു കേന്ദ്രം ഉണ്ടാക്കി. കഴിഞ്ഞ ഭരണസമിതി ഒരു വയോജനങ്ങൾക്കൊരു കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു വെച്ചാൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുറേ ആൾക്കാരുണ്ട്. ഒരു വൈകുന്നേരങ്ങൾ അവിടെ വന്നിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു യോഗ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇപ്പോൾ വർഷങ്ങളായിട്ട്, ഇപ്പോൾ എനിക്ക് 6 വർഷത്തോളമായിട്ടാണ് നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ചാൽ നടക്കും. പക്ഷെ അതിൻ്റെ പുറകിൽ നമുക്ക് കുറേ പ്രവർത്തിക്കണം. നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നടക്കൂ. അല്ലാതെ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നിരില്ല, നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ അത് ഞാൻ കുറേ നമ്മുടെ ശബ്ദം ഉണ്ടാവണം. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ പോകണം. അതേ പറയും. ഇനി എനിക്ക് എൻ്റെ പ്രശ്നം ഈ തോടിൻ്റെ അരികെട്ടൽ, ഒരു പാലുണ്ടാക്കൽ, ഇത്രമാത്രം എനിക്ക് എടുത്ത് പറയാനുള്ള. പിന്നെ എനിക്കൊരു അംഗനവാടി പ്രശ്നം കൂടെ നിൽപ്പുണ്ട്. അതിൻ്റെ പുറകിൽ ഞാനുണ്ട് കുറച്ചാളായിട്ട്. അതിനൊരു ഇത്തിരി കൂടെ പണിയുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു റോഡൊക്കെ മിക്കവാറും കഴിഞ്ഞു. പിന്നെ ആൾക്കാരും വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ, അതായത് ഞാൻ ഈ ഇലക്ഷൻ നിൽക്കുമ്പോൾ ആൾക്കാരോട് എന്ത് പറയുന്നുവോ അതെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ വാഗ്ദാനങ്ങൾ പരിപൂർണ്ണമായും തീർച്ചയായിട്ടും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ പറഞ്ഞു, ഇനിയുള്ളത് ഈ 2-3 കാര്യങ്ങൾ, അതിന് 1-2 കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ MP ഒക്കെ ഇനി ജയിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തോടരിക്കൊക്കെ കെട്ടണമെങ്കിൽ അവർ തന്നെ വിചാരിക്കും, നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല. അതും കൂടെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് പാരമ്പര്യമായി. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പഞ്ചായത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. കുടുംബജീവിതത്തിൽ സ്നേഹമയമായി കഴിയുന്നു. ഇനിയുള്ള ചുരുക്കം ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് പഞ്ചായത്തിന് വേണ്ടി. അതൊക്കെയും ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാകട്ടെ, സാഫല്യത്തിലാകട്ടെ. ഞങ്ങളുടെ ഒരു ചാനൽ ജനപഞ്ചായത്ത് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഇത്തരം കാര്യങ്ങൾ പറയുവാനും മനസ്സ് തുറക്കുവാനും ഞങ്ങളോട് സഹകരിച്ചത് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം. റസിയ ജമാലിൻ്റെ വീട്ടിൽ നിന്നും താൽക്കാലികമായി ഞങ്ങൾ ചാനൽ 91 ടീം യാത്ര ചോദിച്ച് ഇറങ്ങുകയാണ്. വളരെ നിഷ്കളങ്കയായ ഒരു നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, ഒരു രാഷ്ട്രീയ ദുഷ്ലാക്കില്ലാതെ, ജാതിമത ചിന്തയില്ലാതെ വികസനം, എൻ്റെ നാട് എന്ന സ്വപ്നം പേര് നടക്കുന്ന ഒരു നല്ല കുടുംബിനി. ഇങ്ങനെ ആവണം രാഷ്ട്രീയക്കാർ, അത് ഏത് പാർട്ടിയുള്ളവരാവട്ടെ. മനസ്സ് നിറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് യാത്ര. ക്യാമറമാൻ ബിനു ജോർജിനൊപ്പം ബിജു കിഴക്കനേല, ചാനൽ 91 ന്യൂസ്.